നല്ലൊരു ഫുഡൊക്കെ അടിച്ചതിന് ശേഷം നല്ലൊരു ലോങ് ഡ്രൈവ് പോകാനാണ് നമ്മൾ ആഗ്രഹിച്ചത്. അപ്രകാരം തന്നെ നമ്മൾ ഒരു കുഴിമന്തി ഓർഡർ ചെയ്ത് കാസനോവയിൽ നിന്ന്, അതുപോലെ തന്നെ ഒരു ഡ്രൈ ഫ്രൂട്ട് ഫലൂഡ, ഇത് രണ്ടും കഴിച്ചതിന് ശേഷം നല്ലൊരു ഡ്രൈവ് പോയതിനിടയിൽ നമ്മുടെ ഒരു നെട്ടായിട്ടുള്ള വ്യൂ ഒക്കെ കണ്ട് കുറേ സമയം ഒരു 1-1.5 മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. എന്നാലും നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് ഒത്തിരി സമയം നമ്മൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വന്നത് പേച്ചിപ്പാറ ഡാമാണ്. ഫുൾ ഭാഗമൊന്നും കാണിക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് ഭാഗം മാത്രം തന്നെ ഞങ്ങൾ കണ്ടിട്ട് ഇങ്ങ് പോന്നു. അങ്ങനെ കുറേയൊക്കെ വ്യൂ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുറേ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു, നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, സൺഡേ അല്ലേ, അതുകൊണ്ട് ഒത്തിരി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെള്ളച്ചാട്ടവും കുറേ സ്റ്റെപ്പൊക്കെ പോയി ഗാർഡനൊക്കെ കാണാൻ പറ്റി. അതുപോലെ തന്നെ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. അങ്ങനെ സ്റ്റെപ്പ് കുറേ കയറാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് ഏകദേശം ഒരു 80-81 അടുപ്പിച്ച് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റെപ്പൊക്കെ ഞങ്ങൾ കയറി. രണ്ട് വശത്ത് ഗാർഡനും അതുപോലെ തന്നെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ കുറേ ഗാർഡൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി നല്ല വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ ഡാമിനകത്തോട്ട് കയറാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും അതിനകത്ത് സൈഡിൽ തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ഞങ്ങൾ വന്ന വഴി വേറെ ആയിരുന്നു. എനിവേ അവിടെ വന്നതല്ലേ, അവിടുത്തെ സൈഡ് പാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി ലവേഴ്സും ഫോട്ടോഷൂട്ടും ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ കുരങ്ങും മങ്കീസൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മങ്കീസ് ഞങ്ങൾ വിരട്ടാനുള്ള ട്രൈയിലൊക്കെ ആയിരുന്നു. എനിവേ ഞങ്ങളതൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങളും എടുത്തിട്ട് പിന്നീട് ഞങ്ങൾ മുകളിലോട്ടൊക്കെ നടന്ന് ഒത്തിരി സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഹൈഡ് ആൻഡ് പ്ലേസ് തന്നെ ഒരു ദിവസം മസ്റ്റായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ ഡാം, പാർക്ക്, ബോട്ടിങ് എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ഒരു ഹാഫ് പോർഷൻ പോലും കണ്ടില്ല എന്നതാണ് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം. എന്നാലും അടുത്ത പാർട്ട് 2-ൽ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഇടാം. ഇതിൻ്റെ വിശേഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി പാർട്ടൊക്കെ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. ഇപ്പോൾ വിട്ടതെല്ലാം ആ സമയത്ത് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതൊരു ഹൈഡൻ പ്ലേസ് ആണ്. ഈ പ്ലേസ് വരുന്നത് കന്യാകുമാരിയിൽ നിന്ന് നേരെ നമ്മൾ വരുമ്പോൾ സിറ്റാർ കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ഈ ഒരു പ്ലേസ് വരണം. ഒരു ഹൈഡൻ പ്ലേസ് തന്നെ ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസും നമുക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കാൻ പറ്റിയ ഒരു പ്ലേസുമാണ്. നിങ്ങൾ വന്ന് മസ്റ്റ് കാണാണ്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ബോട്ടിങ് കാര്യങ്ങളുണ്ടായിരുന്നു, കാരണം ഞങ്ങൾ വന്ന വഴി തെറ്റിപ്പോയതാണ്. വേറൊരു വഴിയായിട്ടാണ് വരേണ്ടത്, പക്ഷേ ഞങ്ങൾ വന്നത് തെറ്റിപ്പോയി. അപ്പോൾ ഇച്ചിരി കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ കുറേ പ്ലേസ് കണ്ടിട്ട് കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളിങ്ങ് പോവുകയായിരുന്നു. കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അടുത്ത ഉടനെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ കണ്ടിട്ട് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് പേച്ചിപ്പാറയുടെ ഫുൾ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഹാഫ് പോർഷനാണ് എടുത്തിട്ടുള്ളത്, ഹാഫല്ല, ഒരു പാർട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത് വരുന്ന നാളുകളിൽ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനലിൽ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത് നിങ്ങൾക്ക് ഏത് പ്ലേസിൽ പോകാനാണ് താല്പര്യമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കുക. അപ്പം ഞങ്ങൾക്ക് പറ്റിയ ആ പ്ലേസിൽ പോകുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഹൈഡൻ പ്ലേസിനെ കുറിച്ച് ഞാൻ ഫുൾ ഡീറ്റെയിൽ ഇടാം. അപ്പോൾ ഇതാണ് ഒരു പോർഷനാണ്, ഹൈഡൻ പ്ലേസിൻ്റെ ഒരു പോർഷൻസാണ്. അപ്പോൾ കന്യാകുമാരി വന്ന് ഇതൊരു മസ്റ്റ് കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, സി യു, ടാറ്റാ.